ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 31/10/2022. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് യൂറോ USD പ്രൈസ് ആക്ഷൻ നോക്കാം. അപ്പം ഇന്ന് യൂറോ USD കൺസോൾഡേറ്റ് ചെയ്തു. നമ്മുടെ ഏഷ്യ കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏഷ്യയുടെ ഹൈ നൈസായിട്ട് സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് തന്ന് പോവായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ 3 o'clock മൂവ്. 3 o'clock മൂവ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തു, എന്നിട്ട് താഴേക്ക് പോയി. നമുക്ക് ഇവിടെ SMT വല്ലതും ഉണ്ടോ നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്താണ് SMT എന്നുള്ളത്. അപ്പോൾ നമ്മൾ SMT GBP/USDക്കകത്ത് നോക്കാം. SMT എവിടെയാണ് പ്ലേ ചെയ്തത്. അപ്പം GBP/USDക്കകത്ത് SMT ലണ്ടൻ ഹൈസ് ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് പോയി. ഓപ്പൺ പ്രൈസ് ആണിത് ലണ്ടൻ. അതുപോലെ തന്നെ നമ്മളുടെ യൂറോ-USD ലോവർ ലോ ആണ് ഫോം ചെയ്തത്, അതൊന്ന്. പിന്നെ USDXനകത്ത് നമ്മുടെ ഹയർ ഹൈ തന്നെയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഈ GBP/USD ഹയർ ഹൈ ഫോം ചെയ്ത് അതൊരു ക്രാക്ക് ഓഫ് കോറിലേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക് കിട്ടി. ഇത് എന്താണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ മെഡിക്കേഷൻ നമുക്ക് നോക്കാം. 50 മിനിറ്റിൽ വല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, അത് നമുക്ക് കറക്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ SMT കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ലോവർ ടൈം ഫ്രെയിം വേറെ എൻട്രീസ് 3 minute എൻട്രി ഉണ്ടോ നോക്കാം. 3 minute നമ്മുടെ ഹൈ സ്വീപ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്തു. പിന്നീട് ഇവിടെ ഒരു കൺഫർമേഷൻ എൻട്രി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി ഒത്തിരി. പിന്നെ ഇവിടെ ഒരു OB എൻട്രി ഉണ്ട്, താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറാണ്. ഓക്കെ, ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറാണ്. അപ്പം അവിടെ എൻട്രി നമ്മളുടെ ക്ലീൻ എൻട്രി ആയിട്ട് നോക്കാനാണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അങ്ങനെ പല ടൈം ഫ്രെയിം മാറ്റി നോക്കിയാൽ നമ്മുടെ ഈ എൻട്രി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പം 1 minute എൻട്രി ഉണ്ടോ നോക്കാം. 1 minute എൻട്രി ആരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളുടെ ഗ്രൂപ്പിൽ. അപ്പം 1 minute എൻട്രി ഉണ്ടായിരുന്നു, താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മളുടെ ഏതാണ് ആദ്യത്തെ സ്വിങ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, ആ സ്വിങ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് BMS ആണ്. അപ്പം അതാണ് നമ്മളുടെ GBPക്കകത്താണ് ആ എൻട്രി കേട്ടോ, ചുമ്മാ അല്ല. GBPക്കകത്ത് അങ്ങനെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിനകത്ത് നമ്മളുടെ ക്ലീൻ എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, 5 minute എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ ലണ്ടൻ നോക്കിയിട്ടില്ല. അപ്പം GBPക്കകത്തും ഈ എൻട്രീസ് ഉണ്ടായിരുന്നു. 1 minute ഉള്ളൂ. യൂറോയ്ക്കകത്തും ഈ സെയിം എൻട്രി, പക്ഷേ നമുക്ക് നല്ലൊരു ക്വാളിറ്റി എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാധനം എല്ലാത്തിനും അത് ഒരുപോലെയാണ്. ഇനി നമ്മൾ നമ്മുടെ ന്യൂയോർക്കിൽ വരാം. പ്രീ ന്യൂയോർക്ക് താഴേക്ക് അതുപോലെ തന്നെ ലഞ്ച് ഒന്നും ഹൈ വന്ന് ഈക്വൽ ഹൈ പോലെ ഫോം ചെയ്ത് ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. എന്നിട്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തില്ല. എന്നിട്ട് പ്രീ ന്യൂയോർക്ക് ആയപ്പം പിന്നീട് നമ്മൾ ജസ്റ്റ് കുറച്ച് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, അല്ലേ, ഇതാണ് സ്വിങ്. ഒരു സൈഡിൽ 2 സൈഡിലും ചെറിയ വിക്കുകളുള്ളതാണ് നമ്മളുടെ സ്വിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ക്രിയേറ്റ് ഇനി FEG ഒരു FEGയും ക്രിയേറ്റ് ചെയ്തില്ല, പക്ഷേ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. പിന്നീട് വീണ്ടും 8:30 ഓപ്പൺ ആയപ്പോൾ നമുക്ക് വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. അപ്പം ഞാനിവിടാണ് എൻട്രി എടുത്തത്. അപ്പം എൻ്റെ എൻട്രി ഞാൻ കാണിച്ചു തരാം. ഞാൻ 1 minute എൻട്രി എടുത്തത്. എനിക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ വേണമായിരുന്നു. ഞാനപ്പം ഇവിടെ എൻട്രി എടുത്തില്ല, പക്ഷേ ഞാൻ ഇവിടാണ് എൻട്രി എടുത്തത്. 1 minute കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഇതായിരുന്നു എൻ്റെ എൻട്രി. ഷോർട്ട് 1:3 ആണ് വെച്ചത്. ബാക്കി 80% കിടപ്പുണ്ട്. 1:3 അതോടി. എന്നിട്ട് 80% വിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇതൊരു കൺസോൾട്ടേഷനായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഒന്നീ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതാണ് എൻ്റെ എയിം. പക്ഷേ ഇവിടെ FEG ഉണ്ട്, വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഉള്ള ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്ത് ആവശ്യത്തിനുള്ളതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സിൽ വരും. നമ്മളിപ്പം തിങ്കൾ ചൊവ്വ ബുധൻ
ഈ ദിവസങ്ങളിൽ നമ്മൾ റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നതാണ് തന്നാൽ. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മുടെ ന്യൂസുകളൊക്കെ വരാനിരിപ്പുണ്ട്. അപ്പം അതൊക്കെ നോക്കി വേണം ട്രേഡ് എടുക്കാൻ. അപ്പം ഇതൊരു സെൽ മോഡലായിട്ട് നമുക്ക് കാണാം അല്ലേ. നൈസ് സെൽ മോഡൽ, നൈസ്. അപ്പം നമ്മുടെ ന്യൂയോർക്കിൽ SMT ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അപ്പം ന്യൂയോർക്കിൻ്റെ ഇതാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കണ്ടത്. അപ്പം ലോവർ ലോ ഫോം ചെയ്തു. നമ്മളുടെ GBP/USDക്കകത്ത് ലോവർ ലോ തന്നെയാണ് ഫോം ചെയ്തത്. ഇതല്ലായിരുന്നെന്നാണ് തോന്നുന്നു ഞാൻ നോക്കിയത് വേറെ ആയിരുന്നു. ഞാൻ നോക്കിയത് ഇതാണ് ഞാൻ നോക്കിയത്. ജസ്റ്റ് ഈ വര വരച്ച് വെച്ചേക്കുന്നതാണ് കൺഫ്യൂസ്ഡായി. 5 minutes. യെസ്, ഞാൻ ഈ ഒരു സ്വീപ്പ് തന്നെയാണ് നോക്കിയത്, സ്വിങ് സ്വീപ്പ് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പം നമ്മളുടെ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ, ഒരു സ്വിങ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ GBP/USDക്ക് അത് നോക്കിക്കേ, ഒരു സ്വിങ്ങും സ്വീപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളുടെ ആ സ്വിങ്ങുകൾ. ഒരു സ്വിങ്ങും സ്വീപ്പ് ചെയ്തിട്ടില്ല, താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോവർ ലോ ഫോം ചെയ്യുന്നു, പക്ഷേ GBP ഹയർ ഹൈ ഫോം ചെയ്യുന്നു. പക്ഷേ USDXും ഹയർ ഹൈ ഫോം ചെയ്യുന്നു. ഇത് ഹയർ ഹൈ ഫോം ചെയ്യുന്നു, ഇതിനകത്ത് ഹയർ ഹൈ ഫോം ചെയ്തു. പക്ഷേ ലോവർ ലോയിലേക്കാണ് നമ്മളുടെ GBP/USDയും പോകുന്നത്. അപ്പം ക്രാക്ക് ഓഫ് കോറിലേഷൻ എവിടെയാണ് വന്നത്? Euro-USDക്കകത്താണ് ക്രാക്ക് ഓഫ് കോറിലേഷൻ വന്നത്. അപ്പം ഇതാണ് SMT അതിനകത്ത് വന്നത്. അപ്പം ലോട്ട് ഓഫ് കൺഫർമേഷൻസ്, ഇങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.